നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചക്ക അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവി കയറ്റിക്കഴിഞ്ഞാൽ നല്ലപോലെ ഉടഞ്ഞു കിട്ടുമല്ലോ. ഉടഞ്ഞു കിട്ടിയാൽ വേഗം കുഴയ്ക്കാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ കടിക്കൂലേ. ആവി കയറ്റിക്കഴിഞ്ഞാൽ വേഗം നല്ലപോലെ കുഴഞ്ഞു കിട്ടും. അപ്പോൾ ഞാനത് കുഴച്ചെടുത്തിട്ട് വേഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് കുഴഞ്ഞ് നല്ല ഇതായേ. ഞാൻ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടാണ് ചക്കര ഉണ്ടാക്കുന്നത്. ഗോതമ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇതല്ലേ. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പൊടിയാണ്. ഗോതമ്പൊടിയും ആവശ്യം നോക്കി അതിനകത്ത് കണക്കിന് ചേർക്കാം. അളവൊന്നുമില്ല, നമുക്കൊരു ഏകദേശം ഒരു അളവുണ്ടല്ലോ, ആ അളവിനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ചൂടാ, നല്ലതല്ല, ഒരുവിധം അളം ചൂടാ. അതിനിടയ്ക്ക് ഇത് ഓരോന്ന് കൈ പിടിച്ച് ചെയ്യുമ്പോഴെല്ലാം ബുദ്ധിമുട്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അത് ഇടാം. പിന്നെ കുറച്ച് ശർക്കരയും ചേർത്ത് വെക്കാം. ചക്കയ്ക്ക് മധുരം ഉണ്ട്, എന്നാലും കുറച്ച് ശർക്കരയും കൂടെ ചേർത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ശർക്കരയും കൂടെ ചേർക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ. ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആവശ്യത്തിന് നോക്കി ഇട്ട് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക്. ഏലക്കയും ശർക്കരപ്പൊടിയും കൂടെ, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എപ്പോൾ ഈ ശർക്കര എന്നാണ് വായിൽ വരുന്നത്, പഞ്ചസാര വരുന്നില്ല. ഇനി ശർക്കരയും ചേർത്ത് കൊടുക്കാം കുറച്ച്. ഒരു മധുരത്തിനൊരു, ചക്കേൻ്റെ മാത്രം മധുരമാകുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ശർക്കരയും കൂടെ ആകുമ്പോൾ കുറച്ച് മതി. നല്ല മധുരമുള്ള ചക്കയാണ്, അപ്പോൾ അത്രയും ആവശ്യം വരുന്നുള്ളൂ. ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഫോണും കൈ പിടിച്ച് ഇളക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇളക്കി നല്ല വൃത്തിക്ക് ഇളക്കിയെടുത്ത് നല്ല ഇതായില്ലേ. ഇനി വേഗം ഇല എടുത്ത് പരത്തിയാൽ മതി. വേഗം പരത്തി അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടാകുമ്പോഴത്തേക്കും പരത്തിയെടുക്കാം. കൂടെ പരത്തി വേഗം ഒന്നും കൂടെ വേഗം പരത്തി വേഗം സ്റ്റൗവിലേക്ക് വെക്കാം. അല്ല, സ്റ്റൗവിലേക്കല്ല, ഇഡ്ഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്, ഇഡ്ഡലിപ്പാത്രത്തിലേക്ക് വെക്കാം. അതാകുമ്പോൾ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുക. വേഗം പരത്തിയിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഫോണും കൈ പിടിച്ച് പരത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതും കൂടെ കാണിച്ചു തന്നിട്ട് വേഗം ഇത് അടുപ്പിലേക്ക് വെച്ച് വേഗം ഓരോന്നോരോന്ന് പരത്തി അങ്ങ് വെക്കുക വേണ്ടു. ഫോണോടെ ഓഫാക്കി വെക്കുകയാണെങ്കിൽ വേഗം സ്റ്റൗവിലേക്ക് അങ്ങ് വെക്കാം. എന്നാൽ പിന്നെ വേഗം ഫോൺ ഇതാക്കിയിട്ട് എനിക്ക് ബാക്കി കൂടെ പരത്താലോ. വെള്ളം ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്, തീ കുറച്ച് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം വെച്ചിട്ട് ഞാൻ പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കായി. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടോടെ ആവി പറക്കുന്നുണ്ട്, നല്ല ചൂടാ. ചൂട് കാരണം തിന്നാൻ പറ്റുന്നില്ല. ഏലക്കായ ഉണ്ട് അതിനിടയ്ക്ക് അടിച്ച്. ഏലക്ക നല്ല മധുരമുണ്ട്, നല്ല മധുരവും നല്ല ടേസ്റ്റാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ.